കല്ലടിക്കോട് കാഞ്ഞിക്കുളം സത്രംകാവിൽ മോഷണം. 4 ഭണ്ഡാരങ്ങളും ഓഫീസും അലമാരയും തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ചതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കമ്മിറ്റി പ്രസിഡന്റ് PV അനൂപ് കുമാറാണ് ക്ഷേത്രത്തിൽ നടന്ന കവർച്ചയുടെ വിശദാംശങ്ങൾ പങ്കിട്ടത്. രാവിലെ 5:45 കൗണ്ടർ സ്റ്റാഫ് അമ്പലം തുറക്കാനായിട്ട് വന്നപ്പോഴാണ് കള്ളൻ കിടന്നതായി ചിദംബരൻ കണ്ടത്. കൗണ്ടർ സ്റ്റാഫ് ഉടനെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നെ വിളിച്ച് ചിദംബരൻ അറിയിക്കുകയും ഞാനിവിടെ വന്ന ക്ഷേത്രത്തിൽ ഉടനെ വന്ന് നോക്കിയപ്പോൾ ഉടനെ പോലീസിനെ വിവരം അറിയിച്ചു. ഏകദേശം 6 മണിയാകുമ്പോഴാണ് രാവിലെ അറിയിച്ചത്. അവർ വരാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ 3-4 ഭണ്ഡാരങ്ങളും ഓഫീസ് റൂമിൻ്റെ മെയിൻ ഡോറ് കുത്തിപ്പൊളിച്ച് അകത്ത് കിടന്ന് ഉള്ളിലുണ്ടായിരുന്ന അലമാര വലിയ കമ്പിപ്പാര വെച്ച് കുത്തിപ്പൊളിച്ച് അതിലുണ്ടായിരുന്ന സ്വർണം, വെള്ളി, ക്ഷേത്രത്തിൽ കിട്ടിയ താലി അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 30,000-4000 രൂപയോളം ഉള്ള ക്യാഷ് ഉണ്ടായിരുന്നു. 10-ൻ്റെ 20-ൻ്റെ നോട്ടായിരുന്നു. കൗണ്ടർ സ്റ്റാഫുകൾക്ക് ആവശ്യത്തിനായിട്ട് അതുണ്ടായിരുന്നു. അത് പിന്നെ കുറേ ചില്ലറ കോയിൻസ് ഉണ്ടായിരുന്നു. അതും എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ വെളിയിലെ മറ്റേ നാഗങ്ങളുടെ അവിടെയും ഭൈരവൻ്റെ അവിടെയുള്ള പിന്നെ അമ്പലത്തിൻ്റെ മെയിൻ ഭണ്ഡാരം അതും അലമാരക്കകത്തുണ്ടായിരുന്ന താക്കോലെടുത്ത് തുറന്ന് ആണ് എടുത്തിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് പോലീസിനെ അറിയിച്ചിട്ട് ഏകദേശം 7:15 പോലീസ് എത്തിയിട്ടില്ല. ഇതാണിപ്പോൾ ഇവിടെ നടന്നത്. ശനിയാഴ്ച രാവിലെ ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരൻ ചിദംബരനാണ് ഭണ്ഡാരങ്ങളും ഓഫീസും കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടത്. ഉടൻ പ്രസിഡന്റിനെ വിവരം അറിയിക്കുകയും തുടർന്ന് കോങ്ങാട് പോലീസിൽ വിവരം നൽകുകയും ചെയ്തു. എന്നാൽ 6 മണിക്ക് പോലീസിനെ അറിയിച്ചെങ്കിലും 1.5 മണിക്കൂറോളം വൈകിയാണ് പോലീസ് എത്തിയതെന്ന് എന്നും പരാതിയിലുണ്ട്.